മലയാളി കന്യാസ്ത്രീകളെ അനധികൃതമായി ജയിലിലടച്ച സംഭവത്തിൽ ക്രൈസ്തവ സമൂഹത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് LDF നേതൃസംഘം ഛത്തീസ്ഗഡിൽ. ദുർഗിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ കാത്തലിക് ചർച്ചിൽ വൈദികരും കന്യാസ്ത്രീകളുമായും MP-മാർ കൂടിക്കാഴ്ച നടത്തി. ഭരണഘടന ഉയർത്തിപ്പിടിക്കാനുള്ള പോരാട്ടമാണിതെന്ന് കന്യാസ്ത്രീമാർക്കെതിരായ FIR റദ്ദാക്കണമെന്നും LDF സംഘം ആവശ്യപ്പെട്ടു. ഛത്തീസ്ഗഡിലെത്തിയ LDF നേതൃസംഘം പുരോഹിതന്മാരുമായും കന്യാസ്ത്രീകളുമായി കൂടിക്കാഴ്ച നടത്തി. ദുർഗിലെ സെന്റ് വിൻസെന്റ് ഡി പോൾ കാത്തലിക് ചർച്ചിൽ എത്തിയ MP-മാരോട് വൈദികരും കന്യാസ്ത്രീകളും ആശങ്ക പങ്കുവച്ചു. കന്യാസ്ത്രീമാർക്കെതിരായ FIR റദ്ദാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്നും ക്രൈസ്തവ സഭകൾക്കൊപ്പം ഉണ്ടാകുമെന്നും ഡോക്ടർ ജോൺ ബ്രിട്ടാസ് MP. വളരെ അസ്വസ്ഥജനകമായിട്ടുള്ള ഒരു വിവരമായിട്ട് വേണം കരുതാൻ വേണ്ടി. പ്രോസിക്യൂഷൻ എതിർക്കില്ല, ഒരു കാരണവശാലും സംസ്ഥാനം ജാമ്യത്തെ ഒബ്ജക്റ്റ് ചെയ്യില്ല എന്നാണ് ഞങ്ങളോട് ആഭ്യന്തരമന്ത്രി പറഞ്ഞത്. അതായത് ഇന്ത്യയിലെ ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകൾക്ക് വിലയില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ ഒരു കേസ് കള്ളക്കേസാണെന്നും ഇതൊരു അനീതിയാണെന്നും ഇവരോട് കാണിക്കുന്ന വലിയൊരു ക്രൂരതയാണെന്നും ഏവരും സമ്മതിച്ച് കഴിഞ്ഞ ശേഷം പിന്നീട് എന്ത് ഒബ്ജക്ഷനാണ്, എന്ത് എതിർപ്പാണ് ഇതിനകത്ത് പ്രസക്തിയുള്ളത്? കന്യാസ്ത്രീമാരുടെ അറസ്റ്റ് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ജോസ് കെ മാണി MP. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് നമുക്ക് കാണുന്നില്ല. പക്ഷേ ഈ ഒരു സംഭവത്തോടു കൂടി നമുക്ക് രാജ്യത്ത് മുഴുവൻ ഇങ്ങനെ ഒരു വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ അത് പൂർണ്ണമായും അല്ലെങ്കിൽ അത് പൂർണ്ണമായും നമുക്ക് അത് നിർത്തലാക്കി മുന്നോട്ട് പോകാൻ കഴിയണം എന്നുള്ളതാണ്. എല്ലാവരുടെയും പിന്തുണയും മനസ്സും കന്യാസ്ത്രീമാർക്ക് ഒപ്പമുണ്ടാകണമെന്ന് P. സന്തോഷ് കുമാർ MP-യും പറഞ്ഞു. നമ്മുടെ എല്ലാവരുടെയും പിന്തുണയും മനസ്സും ഒക്കെ അവരെത്രയും പെട്ടെന്ന് മോചിതരാകാവുന്നതാണ്. ഇവിടെ ബഹുമാനരായിരിക്കുന്ന മറ്റ് നേതാക്കന്മാർ പറഞ്ഞതുപോലെ, 2 MP-മാർ പറഞ്ഞതുപോലെ, ശ്രീ ജോൺ ബ്രിട്ടാസും ജോസ് കെ മാണിയും പറഞ്ഞതുപോലെ, ഇത് അതിൻ്റെ ഒരു ആദ്യഘട്ടം മാത്രമാണ്. അവർ പുറത്തിറങ്ങുന്ന നിമിഷം മുതൽ നമ്മൾ ഈ FIR, ഈ കള്ളക്കേസിൻ്റെ ഒരു ഭീകരത അവർക്ക് ഒരിക്കലും ഉണ്ടായിക്കൂടാ. അത് എത്രയും പെട്ടെന്ന് തന്നെ ക്വാഷ് ചെയ്യണം. ഛത്തീസ്ഗഡിൽ വിവിധ ക്രൈസ്തവ സംഘടനാ പ്രതിനിധികളുമായും ഇടതുപക്ഷ MP-മാർ കൂടിക്കാഴ്ച നടത്തി. ജയിലിൽ കഴിയുന്ന മലയാളി കന്യാസ്ത്രീമാരെ LDF സംഘം സന്ദർശിക്കും. ഛത്തീസ്ഗഡിൽ നിന്നും സിബി ജോസഫ്, കൈരളി ന്യൂസ്.